നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കൻ ലീഗിന്റെ പുതിയ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് കഴിയുന്നുണ്ട്. ആകെ 3 മത്സരങ്ങളാണ് മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. 3 മത്സരങ്ങളിലും ഗോൾ പങ്കാളിത്തം വഹിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 3 ഗോളുകളും 1 അസിസ്റ്റുമാണ് ഈ സീസണിൽ ഇതുവരെ മെസ്സി നേടിയിട്ടുള്ളത്. MLS-ലെ ടോപ്പ് സ്കോറർ പോരാട്ടത്തിൽ ലയണൽ മെസ്സി ഇപ്പോൾ 1-ാം സ്ഥാനത്ത് തന്നെയുണ്ട്. ഇന്ന് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്കായിരുന്നു ഇന്റർ മയാമി ഒർലാൻഡോ സിറ്റിയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ലയണൽ മെസ്സി 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട പ്രകടനം ലൂയിസ് സുവാരസിന്റേതാണ്. അദ്ദേഹം 2 ഗോളുകൾക്ക് പുറമെ 2 അസിസ്റ്റുകൾ കൂടി മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയിലെത്തിയത്. മികച്ച പ്രകടനം ക്ലബിനു വേണ്ടി മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട്. ആകെ 14 ഗോളുകളാണ് മെസ്സി മയാമിക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്റർ മയാമിയുടെ ഓൾ ടൈം ടോപ്പ് സ്കോർ ആവാൻ വേണ്ടി ലയണൽ മെസ്സി അതിവേഗം കുതിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 3-ാം സ്ഥാനത്താണ് ലയണൽ മെസ്സി ഉള്ളത്. 1-ാം സ്ഥാനത്തുള്ളത് അർജന്റീൻ സൂപ്പർ താരമായിരുന്ന ഗോൺസാലോ ഹിഗ്വൈൻ ആണ്. അദ്ദേഹം 29 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഇനി 16 ഗോളുകൾ കൂടി നേടിയാൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോപ്പ് സ്കോർ പട്ടം സ്വന്തമാക്കാം. അധികം സമയമെടുക്കാതെ തന്നെ മെസ്സി ഈ ഒരു നേട്ടത്തിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2-ാം സ്ഥാനത്ത് വരുന്നത് ലിയനാർഡോ കമ്പാനയാണ്. അദ്ദേഹം ഇന്റർ മയാമിക്ക് വേണ്ടി 23 ഗോളുകൾ നേടിയിട്ടുണ്ട്. 3-ാം സ്ഥാനത്താണ് മെസ്സി വരുന്നത്. 4-ാം സ്ഥാനത്ത് ജോസഫ് മാർട്ടിനസ് ഉണ്ട്. അദ്ദേഹം 12 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഇനി ഇന്റർ മയാമി അടുത്ത മത്സരം കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിലാണ് കളിക്കുക. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ എതിരാളികൾ നാഷ്വില്ലെ SC ആണ്. മെസ്സി, സുവാരസ് എന്നിവരിൽ തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.